ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കേട്ടോ അവർ വിളിച്ചത്. ഉണ്ണിയപ്പം വേണം, രാത്രി എനിക്കൊരു 11 മണിയാകുമ്പോഴേക്കും മതി, ഉണ്ണിയപ്പം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. ഞാൻ കുറച്ച് നേരം ആലോചിച്ചു ഉണ്ണിയപ്പം ഓർഡർ എടുക്കണോ വേണ്ടയോ എന്ന്. പിന്നെ തോന്നി എന്തിനും എടുക്കാതിരിക്കണം, നമുക്ക് രാത്രി വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം, ഒരെണ്ണത്തിന് 4.50 പറഞ്ഞു കേട്ടോ. 100 നൂറെണ്ണത്തിൽ കൂടുതലോ വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ 4.50, 100 കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കില്ലേ, അപ്പോൾ നമുക്ക് ഒന്നും ലാഭം കിട്ടില്ല. അപ്പോൾ 5 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 4.50 ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. 100 ആയിരുന്നു അവർ വേണം പറഞ്ഞത് കേട്ടോ. അവരൊരു 10 മണിക്കാണ് വന്നത്. ഞാൻ ഇനി ഒരു 9:45 ഉണ്ണിയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ അപ്പം തന്നെ അവരൊരു 1:30 കഴിഞ്ഞു വിളിക്കുമ്പോഴേക്കും. അപ്പോൾ ഞാൻ 1:30 തന്നെ വേഗം അരിയൊക്കെ വെള്ളത്തിലിട്ടു. എന്നിട്ടൊരു 4-5 മണിയാകുമ്പോൾ കുട്ടികളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ശർക്കരയും പഴവും ഇതൊക്കെ വാങ്ങിക്കാൻ പോയത് കേട്ടോ. നോക്കുമ്പോൾ ശർക്കരയൊക്കെ വാങ്ങിച്ചു, പഴവും എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ പഴം നമുക്ക് ചെറുപഴം ഉണ്ടായിരുന്നില്ല അവിടെ. കൊലയുടെ അടിയിൽ ഒരു 2-3 കുഞ്ഞു പഴങ്ങൾ ഉണ്ടാവില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുഞ്ഞു പഴങ്ങളെടുത്തു. പിന്നെ ഒരു 2 നേന്ത്രപ്പഴം വാങ്ങിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ മേടിച്ചത്. പഴുത്ത നേന്ത്രപ്പഴമാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഈ അപ്പത്തിലിട്ടാൽ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ അപ്പം. അങ്ങനെ ഞാൻ ആ 2 നേന്ത്രപ്പഴവും കുറച്ച് അവിലും പച്ചരിയും ഒക്കെ അരച്ചു കേട്ടോ. അരച്ച് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനിയിലാണ് ഞാൻ അരച്ചെടുക്കുക. ശർക്കരപ്പാനി ആദ്യം നമ്മൾ പാനിയാക്കും, ശർക്കരേനെ പാനിയാക്കും കേട്ടോ. ഇതിൽ 3/4 കിലോ, 1 കിലോ ശർക്കര മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, ഒരു 3/4 കിലോ ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ശർക്കരപ്പാനിയിൽ ഇതൊക്കെ അരച്ചെടുത്തു. എന്നിട്ട് ഒരു 9 മണിക്കാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയുള്ളൂ, കുറച്ചും കൂടി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഒരു 10 എണ്ണയ്ക്ക് അധികം ഉണ്ടാക്കിയുള്ളൂ. ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നു. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴം ഇട്ടുമ്പോൾ നമുക്ക് ബലം വയ്ക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ നല്ല നേന്ത്രപ്പഴം നന്നായിട്ട് അരച്ചിട്ട് നമ്മൾക്കിതിൽ ചേർത്താൽ മതി കേട്ടോ. കൂട്ടത്തിൽ അവിലും ചേർക്കണം. ഞാൻ ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ, മൈദ സംഭവം ഞാൻ ചേർത്തിട്ടേ ഇല്ല കേട്ടോ ഇതിൽ. മൈദ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ മൈദ ചേർത്തായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു മൈദ ഇട്ടാലാണ് അങ്ങനെ സോഫ്റ്റായി വരിക എന്നൊക്കെയാണ് എൻ്റെ വിചാരം. പിന്നെ ഞാൻ മൈദ ഒഴിവാക്കി കുറേ പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൽ. അങ്ങനെ എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യണത്. അടിപൊളിയാണ്. എപ്പോൾ ഉണ്ടാക്കിയത് എനിക്ക് ഫ്ലോപ്പ് ആവാതെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന റെസിപ്പി. നമ്മൾ അവിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നല്ല പുറത്ത് നല്ല മുരുമുരാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് കഴിച്ചാലും. നമ്മൾ പിന്നെ അപ്പസോഡയൊന്നും കൂടുതലായിട്ടൊന്നും ഇടണ്ട കേട്ടോ, ഒരു പിഞ്ചെന്നെ ഇട്ടാൽ മതി നമ്മുടെ അപ്പസോഡയൊക്കെ. ഇതിൽ ചിലത് കൂടുതലിട്ടാൽ ഇങ്ങനെ പൊങ്ങി വരും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ശരിക്കും അപ്പസോഡ ഇടാതെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പിന്നെ ഞാൻ അപ്പസോഡ ഇടുന്നത് നമ്മളിത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഉള്ള ഭംഗിയിലാണ് ആൾക്കാർ വാങ്ങിക്കുക. നമുക്ക് ടേസ്റ്റൊക്കെ പിന്നെ അവർ നോക്കുള്ളൂ, കാണാൻ നല്ല ചന്തമുണ്ടോയെന്നാണ് എല്ലാവരും ആദ്യം നോക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അപ്പസോഡ യൂസ് ചെയ്യണത് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ ഉണ്ണിയപ്പത്തിന്. അത് കാരണം കൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഒരു മോശം കമൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് നിൽക്കില്ലല്ലോ, പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ ഇതുവരെ എൻ്റെ ഉണ്ണിയപ്പം കൊണ്ടുപോയവരൊന്നും മോശമാണ്, ടേസ്റ്റ് ഇല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. വാങ്ങിച്ചവരൊക്കെ പിന്നെയും വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ കടയിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉണ്ണിയപ്പമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കി കടയിൽ വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കിത് കൊണ്ട് നടത്താനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ണിയപ്പമൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പം അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ എന്താ പിറ്റേ ദിവസം ഇന്ന് കേട്ടോ ഇന്ന് ഒരു 4 മണിയാകുമ്പോഴേക്കും ഞാൻ അതും കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ എൻ്റെ അടുത്ത് 2-3 കൂട്ടർ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കൊടുക്കാനുണ്ടാവില്ല കേട്ടോ. വീട്ടിലെടുക്കും, പിന്നെ കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കൊടുക്കാനൊന്നും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അവർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിച്ച് കൊടുത്തു കേട്ടോ. 2 വീട്ടുകാർക്ക് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തു. ഇപ്രാവശ്യം ഞാൻ അവിടേക്ക് കൊടുത്തില്ല, മറ്റ് 2 വീട്ടുകാർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് കൊടുക്കാൻ വെച്ച ഉണ്ണിയപ്പം കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഞാൻ തന്നെ പൊക്കി പറയാന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ് സംഭവം. അപ്പോൾ എല്ലാവരും അവിലും നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി നമ്മുടെ ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാവുക. നിങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെ നിങ്ങളൊക്കെ ഓർഡർ ചെയ്താലും അങ്ങോട്ട് എത്തിച്ചു തരേണ്ട കാര്യം കുറച്ച് കഷ്ടത്തിലാവും. നമ്മുടെ ഉണ്ണിയപ്പം പിന്നെ കൂടുതൽ ദിവസമൊന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഏറിപ്പോയ 2-3 ദിവസം. നമ്മളിതിൽ അങ്ങനെ മായങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വന്നു പോകുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യാതെ കൊടുക്കാൻ എനിക്ക് തോന്നാറില്ല. നമ്മൾ കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു കൊടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.